അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഷുഗർ പേഷ്യന്റ് വന്നാലും നമ്മളിത് ഒരു ജ്യൂസ് കുടിച്ചു വെച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും ടൂറിസ്റ്റുകൾ ഇപ്പോൾ എടക്കൽ ഗുഹ കാണാൻ വരുന്നതാണ്, ഒരു ജ്യൂസ് എന്തായാലും മസ്റ്റ് കുടിച്ചു പോയാലും അവർക്ക് ഒന്നും സംഭവിക്കാൻ പോലെ. ചിലവർക്ക് പേടിയുണ്ടാവും, കരിമ്പിൽ എന്താ മധുരം ഇല്ലേന്ന് ചോദിക്കും. പക്ഷെ അത് നാച്ചുറലാണ്, നമ്മൾ കുടിച്ചു വെച്ചിട്ട് വലിയ വിഷയമുള്ള കേസൊന്നുമല്ല. നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നോ ഷുഗർ നോ വാട്ടർ നോ ഐസ് ആണ് കേട്ടോ. എല്ലാം ഫ്രഷ് ഫ്രൂട്ടിൽ ചെയ്യുന്നതാണ്. അഡീഷണൽ സ്ക്വാഷ് ഇല്ല, വെള്ളമില്ല, പഞ്ചസാര, ഐസില്ല, നാച്ചുറലായിരിക്കും. പാഷൻ ഫ്രൂട്ട് അല്ലേ? എനിക്ക് കരിമ്പിൻ്റെ ജ്യൂസ് നല്ല ഇഷ്ടമാണ്. ഇവിടെ വെള്ളമൊന്നും ചേർക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ കൂടുതൽ സന്തോഷമായി. നന്നായിരുന്നു. പിന്നെ എൻ്റെ കൂടെ ഫാഷൻ ഫ്രൂട്ട് അത് ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സ്മെല്ലും ഒക്കെ ഉണ്ട്. നമസ്കാരം. എന്താ ബോർഡില് പഞ്ചസാര ഇല്ല, ഐസ് ഇല്ല, എന്നാ ജ്യൂസ് ഉണ്ടായിനു? എന്ത് ജ്യൂസാകുമ്പോ ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രഷ് ഫ്രൂട്ട്, അതിപ്പോൾ ആർക്കും ഒന്ന് കുടിക്കാം. അതായത് ഷുഗർ പേഷ്യൻറ്റിന് വരെ കുടിക്കാൻ പറ്റിയൊരു കണ്ടൻറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. 3 വർഷമായി നമ്മളിവിടെ ഉണ്ട്. നമ്മളിതുപോലെ റിയൽ ഫ്രൂട്ടുകളാണ്, പുതിയ ഫ്രൂട്ടുകൾ. അതായത് മാംഗോ. ഇപ്പം നിങ്ങൾ ചോദിക്കും മാംഗോ ഒക്കെ കിട്ടുമെന്ന്, നമുക്ക് ഇവിടെ കിട്ടും. അതിൽ പാഷൻ ഫ്രൂട്ട് ഉണ്ട്, എല്ലാം ഫ്രഷ് പാഷൻ ഫ്രൂട്ടും കാര്യങ്ങളും. ഇതല്ലേ? ഇത് ഇവിടെ വയനാടൻ തന്നെയാണ്, നാടൻ സംഭവം തന്നെയാണ്. ഇതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അതിയായ ടേസ്റ്റാണ്. അതായത് നമ്മളിപ്പോൾ ഇതിൽ വെള്ളമോ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ജ്യൂസിൻ്റെ അത്ര കിട്ടില്ല, കുടിച്ച് തന്നെ അനുഭവിക്കണം. മധുരം ഉണ്ട്, മധുരത്തിലല്ല നമ്മളെ സംഭവം ഇവിടെ കാണുന്നത്. ഇതാണ് കരിമ്പ്. നമ്മളിങ്ങനെ കരിമ്പ് ക്ലീൻ ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. അതായത് നമ്മൾ ഐസില്ല എന്നൊരു വാക്ക് പറഞ്ഞില്ലേ, ഇത് നമ്മൾ കൂളാക്കിയിരിക്കുകയാണ്. ഇത് തണുപ്പാണ്, ഇതിന്റെ തണുപ്പ് കിട്ടും. ഇതിന്റെ തണുപ്പ് കിട്ടും. ഇതിന്റെ തണുപ്പ് തന്നെ നമ്മുടെ വയനാട്ടില് ചില്ല, ഇത് മതി. ഇത് നമ്മൾ നേരെ വന്നിട്ട് ജ്യൂസ് അടിക്കും. അപ്പൊ തണുപ്പിന് തണുപ്പായി, കരിമ്പിന്റെ മധുരമായി. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇത് വെള്ളമായി, കരിമ്പിന്റെ ജ്യൂസ് വെള്ളമായി, പഞ്ചസാരക്ക് ഇതിന് മധുരമായി. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ 650 ml ഉണ്ട് ഈ ഗ്ലാസ്. ഇതിലാണ് നമ്മൾ ജ്യൂസ് കൊടുക്കുന്നത്. ഇത്രയൊക്കെ കുടിക്കുക ഒരാള്? ഇത് 2 ഗ്ലാസ് കൊടുത്താലും മതി അറിയില്ല. സാധാരണ രീതിയിൽ നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാൽ 250 ml ഗ്ലാസ് കിട്ടും. ഇതിൽ നിങ്ങൾ പഞ്ചസാര വെള്ളം ചേർത്ത് ഒരു ഗ്ലാസ് കുടിച്ചാൽ പൈതയായിട്ട് പോകും. നമ്മുടെ ജ്യൂസ് ഇപ്പോൾ ചലഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് 2 ഗ്ലാസ് 3 ഗ്ലാസ് കുടിച്ചാൽ മടുപ്പ് വരില്ല, അത്രയും ഗ്യാരണ്ടിയാണ്. നിങ്ങളെ പേരെന്താ? എൻ്റെ റിയാസ് ഭായി. എത്രയാ തുടങ്ങിയിട്ട്? ഞാനിതിപ്പോൾ 3 വർഷമായി. 3 വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 3 വർഷം വന്നിട്ട് ഈ ഒരു കൊല്ലം ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് സ്റ്റഡി നടത്തിയിട്ട് ശേഷമാണ് ഇത് വന്നത്. ഇതിൻ്റെ ഒരു കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഇത് നമ്മളൊരു പെട്ടെന്നൊരു ഫ്രൂട്ട് എടുത്തിട്ട് ഇത് കൂട്ടി അടിച്ചു കഴിഞ്ഞാൽ ഈ ടേസ്റ്റ് കിട്ടൂല. ഇതിനൊരു ഇതുണ്ട്, അതായത് വേറൊന്നും ചേർക്കുന്നില്ല. ഞാനിതിങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് തന്നെ വെച്ചിരിക്കുന്നത്. അതായത് പുറത്തുനിന്ന്, അതായത് കർണാടക, വിദേശത്തു നിന്നാണെങ്കിലും തമിഴ്നാട്, അതുപോലെ കേരളത്തിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീനിൽ സംഭവം ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരാൾ വന്നിട്ട് ഒരു മാങ്ങ ജ്യൂസ് വേണമെന്ന് പറഞ്ഞാൽ മാങ്ങ നമ്മൾ മുറിച്ച് അവരുടെ മുമ്പ് തന്നെ കാണിച്ചു കൊടുക്കുന്നത്. ഉള്ളിൽ കേടുണ്ടാവില്ല, ഉണ്ടെങ്കിൽ നമ്മളപ്പോൾ തന്നെ വേസ്റ്റിലോട്ട് ചാടിക്കും. ആളെ മുമ്പിൽ വെച്ച് ഫ്രഷ് ഫ്രൂട്ട് എങ്ങനെയാണ് അവർ വീട്ടിൽ പാകം ചെയ്യുന്നത് അതേ ക്ലീൻ ആക്കിയിട്ട് നമ്മളിവിടുന്ന് കൊടുക്കുന്നത്. അതേപോലെ സന്തോഷത്തോട് കുടിച്ച് പോവുകയും ചെയ്യുന്നു. നമ്മളിത് എന്ന് പറഞ്ഞാൽ മുഹബത്ത് തന്നെയാണിത്. ഇത്രയും വലിയ ഗ്ലാസ്സിൽ ഒരു ജ്യൂസ് കുടിക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ നിങ്ങളൊന്ന് കുടിക്കണം, ഒന്നല്ല നിങ്ങളിതിൻ്റെ മുകളിൽ നിങ്ങളിന്ന് എത്ര കുടിക്കുന്നത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. എല്ലാ ഫ്രൂട്ട് ഉണ്ട്. അതാ ഓറഞ്ച് ഉണ്ട്, സിട്രസ് ഉണ്ട്, ഗ്രേപ്പ്, മാംഗോ, പാഷൻ ഫ്രൂട്ട്, അനാറ്, പൈനാപ്പിള്, പിന്നെ അതാ ക്യാരറ്റ് ഉണ്ട്. ക്യാരറ്റിലും നല്ല കോംബോ ആണ് ഇത്. അതുപോലെ തന്നെ ഇനിയിപ്പം കരിമ്പ് ജ്യൂസ് മാത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അതായത് കരിമ്പ് ജ്യൂസ് എങ്ങനെ അതിൻ്റെ വൃത്തിക്ക് കിട്ടുക എന്നുള്ളത് നമ്മളിതൊന്ന് അനുഭവിച്ച് നിങ്ങളെ അന്ന് അറിയേണ്ടി വരും കേട്ടോ. അതായത് നമ്മളൊന്നുമില്ല, അതപ്പോൾ സാധാരണ രീതിയിൽ പഴയ മെഷീനാണെങ്കിലും അതിൽ ഈ ഡീസൽ ഇഞ്ചൻ വെച്ച് കറക്കി എടുക്കുന്ന മെഷീനിലാണെങ്കിലും ഇതേപോലെ കരിമ്പ് 4ഉം 5ഉം വട്ടം കയറ്റിയിട്ട് എടുക്കുന്നത്. നമ്മളിതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ വട്ടം മതി. അതേപോലെ തന്നെ മെഷീനിൽ നിന്ന് ജ്യൂസ് എടുക്കുന്നു, നേരെ നമ്മൾ ജാറിൽ ചെയ്യുന്നു. ഈ പറയുന്ന പുതിനയുടെ ലീഫ്, ഇഞ്ചി, ലെമൺ, അതായത് സാധാരണ നിങ്ങൾ കുടിച്ച ടേസ്റ്റും ഷുഗർ കെയിൻ കുടിച്ച ടേസ്റ്റും ആ ഒരു പരിചയം വെച്ചിട്ട് ഇതൊന്ന് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ജ്യൂസിന്റെ പ്രത്യേകത. കരിമ്പ് ജ്യൂസ് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് വയ്ക്കുന്നത്. ഇതൊക്കെ എല്ലാം വലിയ ഗ്ലാസ്സിലാണല്ലോ. വലിയ ഗ്ലാസ്സിന് 40 രൂപ ഉള്ളൂ. അതല്ലേ? എന്റെ പേരുങ്ങള്? സജി കുര്യൻ. ഇതേ സജിയേട്ടനാണ്, കൊച്ചിയാണ് സ്വദേശം. അപ്പൊ ഈ എടക്കൽ ഗുഹന്റെ അവിടെ ചെറിയ ഈ ലോട്ടറിന്റെ പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്ന ആളാണ്. അപ്പൊ ഞാനിവർ രാവിലെ തന്നെ ജ്യൂസ് കുടിക്കണമെന്ന് ചോദിച്ചപ്പോ മൂപ്പർക്ക് ഷുഗറുള്ള ആളാണ്. അപ്പൊ 2 വർഷമായിട്ട് ഇവിടെ വന്നിങ്ങനെ ജ്യൂസ് കുടിക്കാത്തല്ലേ? എത്ര വർഷമായി ഇവിടെ? 2 വർഷം. 2 വർഷമായി. ഓരോ ദിവസം ഓരോ ഫ്രൂട്ടോ? വെറൈറ്റിയാണ്.
ആ എന്താണ് ഷുഗർ കുറേ തുടങ്ങിയിട്ട് 2 വർഷമായിട്ട് ഷുഗർ കാണിക്കണ്ടോ? കുറവുണ്ട്. കുറവുണ്ട്. ഈ ജ്യൂസ് കുടിച്ചിട്ട് കുറവാ? ആ സംഗതി ഷുഗർ ആളെ ജ്യൂസ് കുടിക്കണം. അപ്പൊ ഷുഗർ ഇല്ലാത്ത ജ്യൂസ് എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ വന്ന് കുടിക്കണം അല്ലേ? അതെ. ഓക്കെ. എന്തൊരു സന്തോഷമില്ലാത്ത രാവിലെ? സന്തോഷമൊന്നുമില്ല. ഇല്ല, തണുപ്പായിട്ടാ? ഒന്ന് കുടിക്കുക മാത്രമല്ല ഇവിടെ പാർസൽ സൗകര്യം കൂടി ഉണ്ട്. ഇവിടെ വരുന്നുണ്ട്, പാർസൽ വാങ്ങുന്നുണ്ട്, പോകുന്നുണ്ട്. ഇത്രയും കുടിക്കാൻ പറ്റുമോ എന്നുള്ള സംശയം എന്നോട് വെല്ലുവിളിച്ചിരിക്കണം. ഇങ്ങനത്തെ 2-3 കുടിക്കുന്ന പറഞ്ഞേ. അടിപൊളി. അടിപൊളി. മധുരമുണ്ട്, തണുപ്പുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ എടക്കൽ ഗുഹയാണ് കേട്ടോ. എടക്കൽ ഗുഹ കാണാൻ വരുന്നവര് എന്തായാലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കോളി. ജ്യൂസുകളുണ്ട്. ഇനി പിന്നെ ഇത്തുണ്ടാക്കണ നല്ല ചായയും പരിപ്പോടെയൊക്കെ ഉണ്ട്, അതും ട്രൈ ചെയ്യാം. എന്താ ഇതിന്റെ വില എത്രയാ പറയുന്നത്? 650 ml 120 രൂപ. എന്തായാലും എടക്കൽ ഗുഹ കയറുമ്പോഴോ ഇറങ്ങുമ്പോഴൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഇത് ആവശ്യം വരും. ഇതിന് പ്രത്യേകത വെച്ചാൽ റിയൽ ഫ്രൂട്ട് ഉപയോഗിച്ച് നമ്മുടെ കണ്ണിന് മുന്നിൽ ലൈവായിട്ട് നല്ല വൃത്തിയിലാണ് ചെയ്യണത്. അതിന് എന്തായാലും ഒരു അഭിനന്ദനം. ഓരോന്നും കൂടി പറഞ്ഞാലോ? ഇതിപ്പോ ഒന്ന് റൗണ്ട് അടിക്കുമ്പോഴേക്ക് എന്ത് തീരും. അടിപൊളി ടേസ്റ്റ്. അപ്പം എല്ലാം ഉണ്ട്, എല്ലാ ഫ്രൂട്ടും ഉണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഇവിടെ വരുമ്പോൾ റിയാസ് ഭായിൻ്റെ കട, പേരെന്താ കടൻ്റെ? ഷുഗർ കെയിൻ റോയൽ എന്നാണ്. എന്തായാലും വരിക. ഞങ്ങൾ റിയാസ് ഭായിക്ക് ഒരു കയ്യും കൂടി കൊടുത്തിട്ട് പോകണം കേട്ടോ പോകാൻ. കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നാട്ടിൽ കൂടുതലായിട്ട് ഉണ്ടാകട്ടെ. കാരണം ഡയബറ്റിക്സ് പേഷ്യൻസ് ഒക്കെ ഒരുപാടുള്ള കാലമാണ്. അടിപൊളിയാണ്. അടിപൊളി.